എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സൈക്കോളജി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും അറിയാം, നമ്മുടെ LP UP എക്സാമിൽ 20 മാർക്കിനാണ് സൈക്കോളജിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുക. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് 20ൽ 20 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. ഇതിനു മുമ്പും നമ്മുടെ ചാനലിൽ സൈക്കോളജി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോസിൻ്റെ ലിങ്ക് കൂടി ആഡ് ചെയ്തേക്കാം. എല്ലാവരും കണ്ടതിന് ശേഷം മാക്സിമം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ പറയുന്നവയിൽ വികാസത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, വികാസം അനുസ്യൂതമാണ്. ഓപ്ഷൻ ബി, ശാരീരിക വികാസത്തിൽ ശരീര മധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്ക് എന്ന ക്രമം പാലിക്കപ്പെടുന്നു. ഓപ്ഷൻ സി, വികാസം പരിപക്വതയെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഓപ്ഷൻ ഡി, വികാസത്തിൻ്റെ ഗതിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, വികാസത്തിൻ്റെ ഗതിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കുന്നതല്ല. അടുത്ത ചോദ്യം, സ്വയം കേന്ദ്രീകൃത അവസ്ഥ അല്ലെങ്കിൽ ഈഗോസെൻട്രിസം എന്നത് പിയാഷെ മുന്നോട്ട് വെച്ച ഏത് വൈജ്ഞാനിക വികാസഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്? ഓപ്ഷൻ എ, പ്രാക് മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഓപ്ഷൻ ബി, മൂർത്ത മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഓപ്ഷൻ സി, ഔപചാരിക മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഓപ്ഷൻ ഡി, ഇന്ദ്രിയചാല ഘട്ടം അല്ലെങ്കിൽ സെൻസറി മോട്ടോർ സ്റ്റേജ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ, പ്രാക് മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ പ്രക്ഷേപണ രീതിക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? ഓപ്ഷൻ എ, റോഷാർക്ക് ഇൻക്ബ്ലോട്ട് ടെസ്റ്റ്. ഓപ്ഷൻ ബി, തീമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റ്. ഓപ്ഷൻ സി, മില്യൻ ക്ലിനിക്കൽ മൾട്ടി ആക്സിലറി ഇൻവെൻ്ററി. ഓപ്ഷൻ ഡി, പദസഹചരത്വ പരീക്ഷ അല്ലെങ്കിൽ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി, മിലൻ ക്ലിനിക്കൽ മൾട്ടി ആക്സിയൽ ഇൻവെൻ്ററി. അടുത്ത ചോദ്യം, എറിക്സണിൻ്റെ മനോസാമൂഹിക വികാസ സിദ്ധാന്തം അനുസരിച്ച് 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള വ്യക്തിത്വ ഘടകങ്ങൾ ഏവ? 1. ഊർജ്ജസ്വലതയും ആത്മവിശ്വാസവും. 2. സ്വാവബോധം. 3. അപകർഷത. 4. റോൾ സംശയങ്ങൾ. ഓപ്ഷൻ എ 1, 3. ഓപ്ഷൻ ബി 2, 4. ഓപ്ഷൻ സി 1, 4. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ 1, 3. ഊർജ്ജസ്വലതയും ആത്മവിശ്വാസവും അപകർഷതയും. അടുത്ത ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ വ്യക്തിത്വത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടുകളും അവ മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞരും തമ്മിലുള്ള ശരിയായ ബന്ധം സൂചിപ്പിക്കുന്നവ ഏവ? 1. മുഖ്യ സവിശേഷകം, മധ്യമ സവിശേഷകങ്ങൾ, ദ്വിതീയ സവിശേഷകങ്ങൾ എന്നിങ്ങനെ വ്യക്തിത്വ സവിശേഷതകൾ തരംതിരിച്ചിരിക്കുന്നത് കാൾ റോജേഴ്സ്. 2. പക്വവ്യക്തിത്വത്തെ വിശദീകരിക്കാൻ വിപുലീകൃതാഹം, ഊഷ്മള ബന്ധങ്ങൾ, ആത്മസന്തുലനം, യാഥാർത്ഥ്യബോധം, ആത്മധാരണ, ഏകാത്മക ജീവിതദർശനം എന്നീ 6 മാനദണ്ഡങ്ങൾ പരിഗണിക്കണം. ഗോൾഡൻ വില്യാർഡ് ആൾപോർട്ട്. 3. ഐഡിയൽ സെൽഫ്, റിയൽ സെൽഫ് എന്നിങ്ങനെ ഒരു വ്യക്തിയുടെ അഹത്തിന് 2 തലങ്ങളുണ്ട്. എബ്രഹാം മാസ്ലോ. 4. ബോധമനസ്സ്, ഉപബോധമനസ്സ്, അബോധമനസ്സ് എന്നിങ്ങനെ മനസ്സിന് 3 തലങ്ങളുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡ്. അപ്പോൾ ഇതിലെ കറക്റ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി 2ഉം 4ഉമാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന സമായോജന തന്ത്രങ്ങളും ഉദാഹരണങ്ങളും ചേരുംപടി ചേർക്കുക. അപ്പോൾ ഞാൻ ഉദാഹരണവും അതിലെ സമായോജന തന്ത്രവും കറക്റ്റായിട്ടുള്ളത് എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. പഠനത്തിൽ വേണ്ടത്ര ശോഭിക്കാൻ കഴിയാത്ത വ്യക്തി താൻ പഠിച്ച സ്ഥാപനത്തിൻ്റെ പേരും പ്രശസ്തിയും പറഞ്ഞ് അതിൽ അഭിമാനം കൊള്ളുന്നു. ഇത് ഏത് തരം സമായോജന തന്ത്രത്തിന് ഉദാഹരണമാണ്? താദാത്മീകരണം അല്ലെങ്കിൽ ഐഡൻറ്റിഫിക്കേഷനാണ്. അടുത്ത ബി, സഹോദരനോ സഹോദരിയോ ജനിക്കുമ്പോൾ മൂത്ത കുട്ടി കൂടുതൽ ശ്രദ്ധ ലഭിക്കാൻ വേണ്ടി കൊച്ചു കുഞ്ഞിനെപ്പോലെ പെരുമാറുന്നു. ഇത് ഏത് സമായോജന തന്ത്രത്തിന് ഉദാഹരണമാണ്? പശ്ചാത്ഗമനം അല്ലെങ്കിൽ റിഗ്രഷൻ. ഇനി സി, പരീക്ഷയിൽ പരാജയപ്പെട്ട കുട്ടി പരാജയത്തിൻ്റെ കാരണം പ്രയാസമേറിയ ചോദ്യപേപ്പർ എന്ന് ആരോപിക്കുന്നു. ഇത് ഏത് സമായോജന തന്ത്രത്തിന് ഉദാഹരണമാണ്? യുക്തീകരണം അല്ലെങ്കിൽ റാഷണലൈസേഷൻ. ഇനി അടുത്ത ഡി, പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയാത്ത കുട്ടി
സ്പോർട്സിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നു. ഇത് ഏത് സമായോജന തന്ത്രത്തിന് ഉദാഹരണമാണ്? അനുപൂരണം അല്ലെങ്കിൽ കോമ്പൻസേഷൻ. അപ്പോൾ ഇതിലെ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി. 1 സി, 2 എ, 3 ഡി, 4 ബി. അടുത്ത ചോദ്യം. ഒരു കുട്ടിയെ അധ്യാപകൻ നിരന്തരം ശകാരിക്കുമ്പോൾ കുട്ടിക്ക് അധ്യാപകനോടുണ്ടാകുന്ന ഭയം അധ്യാപകൻ പഠിപ്പിക്കുന്ന വിഷയങ്ങളിലേക്ക് വ്യാപിക്കുന്നു. തുടർന്ന് കുട്ടി സ്കൂളിനെയും ക്ലാസ് മുറിയെയും മറ്റ് അധ്യാപകരെയും ഭയക്കാൻ തുടങ്ങുന്നു. അനുബന്ധന സിദ്ധാന്തം അല്ലെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് അനുസരിച്ച് ഇവിടെ സംഭവിക്കുന്നതെന്ത്? ഓപ്ഷൻ എ ചോദക വിവേചനം, ഓപ്ഷൻ ബി അനുബന്ധനം ചെയ്യാത്ത പ്രതികരണം, ഓപ്ഷൻ സി വിളംബിത അനുബന്ധിത പ്രതികരണം, ഓപ്ഷൻ ഡി ചോദക സാമാന്യവൽക്കരണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ചോദക സാമാന്യവൽക്കരണം. അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കുക. അപ്പോൾ ഇതിലേയും കറക്റ്റായിട്ടുള്ളത് നമുക്ക് ഏതൊക്കെയെന്ന് നോക്കാം. പ്രശ്നപേടകത്തിലെ പൂച്ച ശ്രമപരാജയ പഠനരീതി അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ തിയറി ഓഫ് ലേണിംഗ് ആണ്. ഇനി അടുത്ത രണ്ടാമത്തെ ബോബോ ഭാവ പരീക്ഷണമാണെങ്കിൽ നിരീക്ഷണ പഠന സിദ്ധാന്തം അല്ലെങ്കിൽ തിയറി ഓഫ് ഒബ്സർവേഷണൽ ലേണിംഗ്. ഇനി മൂന്നാമത്തെ സുൽത്താൻ എന്ന പേരുള്ള ചിമ്പാൻസി ആണെങ്കിൽ ഓപ്ഷൻ ബി ഗസ്റ്റാൾട്ട് തിയറി. അടുത്ത നാലാമത്തത് ഹെയ്ൻസ് ഡിലമ്മ, അത് സാൻമാർഗിക വികാസം അല്ലെങ്കിൽ മോറൽ ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിലെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 1 സി, 2 എ, 3 ബി, 4 ഡി. അടുത്ത ചോദ്യം. പഠനവും അത് സാധ്യമാക്കുന്ന സാമൂഹ്യ സാഹചര്യവും തമ്മിൽ വേർതിരിക്കാനാവില്ല എന്ന ആശയം അടിത്തറയാക്കിയ ജീൻ ലേവ്, ഏറ്റിൻ വെങ്കർ തുടങ്ങിയവർ 1990കളുടെ തുടക്കത്തിൽ ആവിഷ്കരിച്ച പഠന സങ്കല്പം ഏത്? ഓപ്ഷൻ എ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് അല്ലെങ്കിൽ അനുഭവാധിഷ്ഠിത പഠനം, ഓപ്ഷൻ ബി സിറ്റുവേറ്റഡ് ലേണിംഗ്, ഓപ്ഷൻ സി സഹവർത്തിത പഠനം അല്ലെങ്കിൽ കൊളാബറേറ്റീവ് ലേണിംഗ്, ഓപ്ഷൻ ഡി പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് അല്ലെങ്കിൽ പ്രശ്നാധിഷ്ഠിത പഠനം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി സിറ്റുവേറ്റഡ് ലേണിംഗ്. അടുത്ത ചോദ്യം. കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ രൂപീകരിച്ച രീതി ഏത്? ഓപ്ഷൻ എ ക്രിയാഗവേഷണം അല്ലെങ്കിൽ ആക്ഷൻ റിസർച്ച്, ഓപ്ഷൻ ബി പ്രതിക്രിയ അധ്യാപനം അല്ലെങ്കിൽ റെസിപ്രോക്കൽ ടീച്ചിങ്, ഓപ്ഷൻ സി ലേണർ ഓട്ടോണമി, ഓപ്ഷൻ ഡി കൊഗ്നിറ്റീവ് നെഗോഷ്യബിലിറ്റി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി പ്രതിക്രിയ അധ്യാപനം അല്ലെങ്കിൽ റെസിപ്രോക്കൽ ടീച്ചിങ്. അടുത്ത ചോദ്യം. ജീവിതത്തിൽ സന്ദർഭോചിതമായ തീരുമാനമെടുക്കാൻ മറ്റെന്തിനേക്കാളും പ്രധാനപ്പെട്ടതാണ് വ്യക്തിപരമായ ബുദ്ധി അല്ലെങ്കിൽ പേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് ഗാർഡനർ സൂചിപ്പിക്കുന്നുണ്ട്. താഴെ പറയുന്നവയിൽ വ്യക്തിപര ബുദ്ധിയായി കണക്കാക്കുന്നവ ഏതൊക്കെയാണ്? 1 ഭാഷാപരമായ ബുദ്ധി അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് വെർബൽ ഇൻ്റലിജൻസ്, 2 വ്യക്തിയാന്തര ബുദ്ധി അല്ലെങ്കിൽ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്, 3 ആന്തരിക വൈയക്തിക ബുദ്ധി അല്ലെങ്കിൽ ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്, 4 പ്രകൃതിപരമായ ബുദ്ധി അല്ലെങ്കിൽ നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 2, 3 വ്യക്തിയാന്തര ബുദ്ധിയും ആന്തരിക വൈയക്തിക ബുദ്ധിയുമാണ്. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ പര്യാവരണത്തിൻ്റെ സ്വാധീനം നിർണായകമല്ലാത്ത ഘടകം ഏത്? ഓപ്ഷൻ എ ബുദ്ധി, ഓപ്ഷൻ ബി അവിഷമത, ഓപ്ഷൻ സി മനോഭാവങ്ങൾ, ഓപ്ഷൻ ഡി ശരീരത്തിൻ്റെ ഉയരം. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ശരീരത്തിൻ്റെ ഉയരം. അടുത്ത ചോദ്യം. പ്രശ്നങ്ങളെ നിലവിലുള്ള സ്കീമകൾ ഉപയോഗിച്ച് പരിഹരിക്കുന്നത് ഡാഷ് എന്നറിയപ്പെടുന്നു. ഓപ്ഷൻ എ സ്വാംശീകരണം, ഓപ്ഷൻ ബി സംസ്ഥാപനം, ഓപ്ഷൻ സി അനുരൂപീകരണം, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ സ്വാംശീകരണം എന്നുള്ളതാണ്. ഏത് ക്വസ്റ്റ്യൻ എടുത്താലും നമുക്ക് ഇതിൽ നിന്നുള്ളൊരു ചോദ്യം തീർച്ചയായിട്ടും ഉണ്ടാകാറുണ്ട്. അടുത്ത ചോദ്യം. സമീപസ്ഥമായവയെ ഒരു കൂട്ടമായി കാണാനുള്ള പ്രവണത പഠനത്തിലെ സമഗ്രതാ നിയമങ്ങളിൽ ഏതിൽ പെടുന്നു? ഓപ്ഷൻ എ സാമ്പ്രദാ നിയമം അല്ലെങ്കിൽ ലാ ഓഫ് സിമിലാരിറ്റി, ഓപ്ഷൻ ബി സാമീപ്യ നിയമം അല്ലെങ്കിൽ ലാ ഓഫ് പ്രോക്സിമിറ്റി, ഓപ്ഷൻ സി സമ്പൂർണ്ണ നിയമം അല്ലെങ്കിൽ ലാ ഓഫ് ക്ലോഷർ, ഓപ്ഷൻ ഡി തുടർച്ചാ നിയമം അല്ലെങ്കിൽ ലാ ഓഫ് കണ്ടിന്യൂറ്റി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി സാമീപ്യ നിയമം അല്ലെങ്കിൽ ലാ ഓഫ് പ്രോക്സിമിറ്റി. അടുത്ത ചോദ്യം. ചേരുംപടി ചേർക്കുക. 1 ZPD, അത് വൈഗോട്സ്കി ആണ്. 2 ബ്രിഡ്ജസ് ചാർട്ട് കണ്ടെത്തിയത് കാതറിൻ ബ്രിഡ്ജസ് ആണ്. ക്രിയാഗവേഷണമാണെങ്കിൽ സ്റ്റീഫൻ എം കോറെ.
അഡോളസെൻ്റ് അഗ്രഷൻ ആണെങ്കിൽ ആൽബർട്ട് ബന്ദൂര. അപ്പോൾ ഇതിലെ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. 1 സി, 2 ഡി, 3 ബി, 4 എ ആണ്. അടുത്ത ചോദ്യം, പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്ക് അനുയോജ്യമായതും പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് ICT പഠനം സാധ്യമാക്കുന്നതോടൊപ്പം അവരുടെ ഒട്ടനവധി ശാരീരിക പരിമിതികൾ മറികടക്കാൻ ഉതകുന്ന പ്രവർത്തനങ്ങളും കളികളും അടങ്ങിയതുമായ വിദ്യാഭ്യാസ സോഫ്റ്റ്വെയർ ഏത്? ഓപ്ഷൻ എ ടക്സ് പെയിൻറ്, ഓപ്ഷൻ ബി ഫെറ്റ്, ഓപ്ഷൻ സി ജി കോംപ്രസ്, ഓപ്ഷൻ ഡി ജിയോജിബ്ര. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് വന്നിട്ട് ഓപ്ഷൻ സി ജി കോംബ്രിക്സ് ആണ്. അടുത്ത ചോദ്യം, ഒരു വ്യക്തിക്ക് താൻ എങ്ങനെ അറിവ് നേടുന്നു എന്നതിനെക്കുറിച്ചും ആ പ്രക്രിയയെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ചുമുള്ള ധാരണയായതിനാൽ അതീത ചിന്ത അല്ലെങ്കിൽ മെറ്റാകൊഗ്നിഷൻ എന്നത് ഒരു ഉയർന്ന ചിന്താശേഷിയാണ്. താഴെ പറയുന്നവയിൽ നിന്ന് അതീത ചിന്തയുടെ ശരിയായ പ്രക്രിയാ തലങ്ങൾ കണ്ടെത്തുക. ഓപ്ഷൻ എ ധാരണ, ആസൂത്രണം, വിലയിരുത്തൽ. ഓപ്ഷൻ ബി പ്രശ്നം മനസ്സിലാക്കൽ, വിവരശേഖരണം, നിഗമനം. ഓപ്ഷൻ സി ആസൂത്രണം, ധാരണ, നിഗമനം. ഓപ്ഷൻ ഡി ആസൂത്രണം, വിവരശേഖരണം, ധാരണ, രൂപപ്പെടുത്തൽ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ധാരണ, ആസൂത്രണം, വിലയിരുത്തൽ. അടുത്ത ചോദ്യം, ഭിന്നശേഷിക്കാരായവരുടെ അവകാശ സംരക്ഷണത്തിനായി 2016 നിലവിൽ വന്ന ആക്ട് ഏത്? ഓപ്ഷൻ എ RTE ആക്ട്, ഓപ്ഷൻ ബി RTI ആക്ട്, ഓപ്ഷൻ സി RPWD ആക്ട്, ഓപ്ഷൻ ഡി പോക്സോ ആക്ട്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി RPWD ആക്ട് ആണ്. അടുത്ത ചോദ്യം, കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2007 അടിത്തറയായി സ്വീകരിച്ചിട്ടുള്ള പ്രായോഗിക രീതി ശാസ്ത്രങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ അറിവ് നിർമ്മാണ പ്രക്രിയ, ഓപ്ഷൻ ബി പാഠപുസ്തക കേന്ദ്രീകൃത പഠനം, ഓപ്ഷൻ സി പ്രവർത്തനാധിഷ്ഠിതവും പ്രക്രിയാബന്ധിതവുമായ പഠനതന്ത്രങ്ങൾ, ഓപ്ഷൻ ഡി നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയ രീതി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി പാഠപുസ്തക കേന്ദ്രീകൃത പഠനം. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിൽ ശിശുവിദ്യാഭ്യാസം മുതൽ ബിരുദാനന്തര ഗവേഷണം വരെയുള്ള വിദ്യാഭ്യാസത്തെ സമഗ്രമായി സമീപിച്ച് പ്രശ്നപരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ ഏതായിരുന്നു? ഓപ്ഷൻ എ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ, ഓപ്ഷൻ ബി കോത്താരി കമ്മീഷൻ, ഓപ്ഷൻ സി ഹണ്ടർ കമ്മീഷൻ, ഓപ്ഷൻ ഡി ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി കോത്താരി കമ്മീഷൻ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് കൂടി ചെയ്തേക്കുക.